നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ലൂണാർ ക്രഷിലെ ലൂണാർ ടോക്കൺസ് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്നാണ്. 35 ലൂണാർ ടോക്കൺസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇവിടെ എനിക്ക് 36.12 ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വിഡ്രോ ചെയ്യാൻ നോക്കാം. എൻജോയ് ടെക് എനിക്ക് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. അപ്പോൾ ലൂണാർ ക്രഷിൽ ഓൾറെഡി എങ്ങനെയാണ് ഫ്രീ ആയിട്ട് നമുക്ക് പോയിൻറ്റ്സ് കിട്ടണത്, ആ പോയിൻറ്റ്സ് എങ്ങനെയാണ് നമുക്ക് കോയിനായി മാറണേ അല്ലെങ്കിൽ ലൂണാർ ടോക്കണായി മാറണേ എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. 3-4 വീഡിയോ ഓൾറെഡി ഇട്ടതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ വിഡ്രോവലാണ്. ഇപ്പോൾ നമുക്കിവിടെ 36.12 ലൂണാർ ടോക്കൺസ് വിഡ്രോ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ മെനുവിൽ ക്ലിക്ക് ചെയ്യാണ്. മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏണിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഏണിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾ വാളറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. വാളറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വാളറ്റ് ഞാൻ ഓൾറെഡി അന്ന് രജിസ്ട്രേഷൻ വീഡിയോയിൽ തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ജസ്റ്റ് ഏതെങ്കിലും ഒരു പാസ് പ്രൈസ് ഒക്കെ അടിച്ചിട്ട് ചുമ്മാ ഒരു വാളറ്റ് ഇതിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വാളറ്റ് എന്തായാലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം, എന്നാൽ മാത്രമാണ് ഇവിടെ ക്ലെയിം ലൂണാർ എന്നുള്ളത് വരുള്ളൂ. ഓക്കെ, അത് ഞാൻ ഓൾറെഡി അന്ന് രജിസ്ട്രേഷൻ വീഡിയോയിൽ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ചാണ്. അതിൻ്റെ ഉള്ളിലാണ് ലൂണാർ ഉള്ളത്. അപ്പോൾ അതിലായിട്ട് മാറ്റിയിട്ട് നമുക്ക് സെല്ല് ചെയ്ത് USDT ആക്കാം. എന്നിട്ട് ട്രോൺ ആക്കിയിട്ട് നമുക്ക് ബൈനാൻസിലായിട്ടോ ഏതിലേക്കെങ്കിലും കൊണ്ടുപോയിട്ട് സെല്ല് ചെയ്ത് INR ആക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ MEXC എക്സ്ചേഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ MEXC എക്സ്ചേഞ്ച്. അപ്പോൾ ഇതിൽ നമുക്ക് ലൂണാർ ഉണ്ട്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. മാർക്കറ്റിൽ പോയി കഴിയുമ്പോൾ ഇവിടെ സെർച്ചിൽ ക്ലിക്ക് ചെയ്യാം. ലൂണാർ LUNR ഇതാണ് ലൂണാർ ഉണ്ട്. 1.25 USD ആണ് ഇപ്പോൾ പ്രൈസ് ഉള്ളൂ. ലോ പ്രൈസിലാണ് നിൽക്കണത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലൂണാറിനെ ഇപ്പോൾ നമുക്ക് കിട്ടിയാണ് ലൂണാറിനെ നമുക്ക് ക്ലെയിം ചെയ്യാം. ആദ്യം തന്നെ ക്ലെയിം ലൂണാർ എന്നുള്ള ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു വാളറ്റ് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് വാളറ്റിൻ്റെ പാസ് പ്രൈസ് ചോദിച്ചിട്ടുണ്ട്. ആ പാസ് പ്രൈസ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുകയാണ്. അപ്പോൾ ഇമെയിലിലായിട്ട് ഒരു കോഡ് വരും. ആ കോഡ് അടിച്ചിട്ട് അപ്രൂവ് റിക്വസ്റ്റ് എന്നുള്ള അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മുടെ 32.511 ലൂണാർ ക്ലെയിമിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ആ ഒരു കുറച്ച് % ഫീസ് പോയി. 36 ഉണ്ടായിരുന്നു, പക്ഷേ 32.511 കിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ ഇവിടെ ക്ലെയിമിങ് സ്റ്റാർട്ടഡ് ആയിട്ടുണ്ട്. ക്യൂഡായിരുന്നു ആദ്യം, പിന്നെ സ്റ്റാർട്ടഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കംപ്ലീറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലൂണാറിനെ MEXCയിലായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്ലെയിമിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ലൂണാർ ബാലൻസിലായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ആ ഒരു 32 ലൂണാർ. ഇപ്പോൾ ഇവിടെ നമ്മൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ റിസീവ്ഡ് ഇത്രയുണ്ട്. ഫീ ആയിട്ട് 3.6 സംതിങ് ഫീ ആയിട്ട് പോയി ക്ലെയിമിങ് അടിച്ചപ്പോൾ. അപ്പോൾ നമ്മുടെ ഈ വാളറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 32.5118 ഇതിലായിട്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞാലാണ് ഈ ഒരു ലൂണാർ ടോക്കൺസ് നമുക്ക് MEXCയിലായിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പ് നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞുകൊണ്ട് ഇനി നമുക്ക് ഇത് MEXCയിലായിട്ട് വിഡ്രോ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ ജസ്റ്റ് ലൂണാർ വാളറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് സെൻഡ് ലൂണാർ അടിച്ചു. അപ്പോൾ ഇവിടെ അവർ കുറേ സജഷൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാക്സ് ആണ് ചെയ്യുന്നത്. മാക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ലെവൽ 1 ഡൗൺ ഗ്രേഡ് ആവുന്നതെന്ന് പറഞ്ഞാണ്. എന്നാലും കുഴപ്പമില്ല, മാക്സ് കൊടുക്കുകയാണ്. മാക്സ് കൊടുത്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അടിച്ചു. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ സെൻഡിങ് ദിസ് മച്ച് ലൂണാർ വിൽ ഡൗൺ ഗ്രേഡ് യുവർ ലെവൽ എന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിന്യൂ അടിക്കുകയാണ്, കൺഫേം അടിക്കുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ എൻ്റർ സിലിക്ക വാളറ്റ് അഡ്രസ്സ് എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ MEXCയിലെ ലൂണാറിൻ്റെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് അയച്ചു കൊടുക്കണം. പിന്നെ ഇവിടെ നമ്മുടെ വാളറ്റ് പാസ് പ്രൈസ്, അതായത് നമ്മുടെ ലൂണാർ ക്രഷിൻ്റെ വാളറ്റ് പാസ് പ്രൈസ് പേസ്റ്റ് ചെയ്യണം. അത് ഞാൻ ഓൾറെഡി ഇപ്പോൾ പേസ്റ്റ് ചെയ്തു. ഇനി നമുക്കിവിടെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യാം. അഡ്രസ്സ് പേസ്റ്റ് ചെയ്യാനായിട്ട് MEXC ഓപ്പൺ ചെയ്യാം. MEXC ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അസെറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഡെപ്പോസിറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ ലൂണാർ LUNR എന്ന് അടിച്ചാൽ മതി, ലൂണാർ കിട്ടും. എന്നിട്ട് ഇവിടെ സില്ല് തന്നെ സെലക്ട് ചെയ്യണം. എന്നിട്ട് ഈ അഡ്രസ്സ് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ പോവുക വീണ്ടും. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് അടിക്കുക. എന്നിട്ട് കൺഫേം അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇമെയിലായിട്ടൊരു കോഡ് വരും. അതടിച്ചിട്ട് അപ്രൂവ് റിക്വസ്റ്റ് അടിക്കുകയാണ്. അത്ര ഞാൻ ചെയ്യുവാണ്.
അപ്പോൾ ഇവിടെ നമുക്ക് സെൻഡ് എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്, ക്യൂഡ് എന്നും പറഞ്ഞ് വന്നിട്ടുണ്ട്. സെൻഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ പെൻഡിങ് ട്രാൻസാക്ഷനിലാണ് വന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഈ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ടഡ് ആയിട്ടുണ്ട്, ക്യൂ മാറിയിട്ട് സ്റ്റാർട്ടഡ് എന്നുള്ളതായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ സെൻഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതാണ് ഈ റെഡ് കളറിൽ, ഇതിൽ നിന്ന് 32 കുറഞ്ഞു, അതാണ് റെഡ് കളറിൽ കാണിച്ചാണ്. ഇനി നമുക്ക് നമ്മുടെ MEXCയിൽ ഞാൻ അതിനെ സെല് ചെയ്ത് കാണിച്ചു തരാം. MEXC ഓപ്പൺ ചെയ്യാണ്, ബാക്ക് അടിക്കുകയാണ്, ക്യാൻസൽ, റീഫ്രഷ് അടിച്ച് നോക്കാം. ഇപ്പോൾ ഡെപ്പോസിറ്റ് ഓർ വിഡ്രോവൽ ഹിസ്റ്ററിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ ഡെപ്പോസിറ്റ് സക്സസ്ഫുൾ അയക്കണ കാണാൻ പറ്റും. അത് നേരത്തെ അയച്ച ഡെപ്പോസിറ്റാണ്. വേറെ ഇപ്പോൾ നമ്മളിപ്പോൾ അടിച്ച ഡെപ്പോസിറ്റ് സക്സസ്ഫുൾ ആയിട്ടില്ല. അത് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ ഇവിടെ വരും. ഇപ്പോൾ ഡെപ്പോസിറ്റ് ഓർ വിഡ്രോവൽ ഹിസ്റ്ററി അടിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അത് സക്സസ്ഫുൾ ആകും. ഡെപ്പോസിറ്റ് സക്സസ്ഫുൾ എന്ന് ആയി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് വരണ കാണാൻ പറ്റും, ലൂണാർ. നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ലൂണാർ ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞു. കുറച്ച് സമയം എടുത്തു. അവിടെ നിന്ന് വിഡ്രോവൽ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് എടുത്തു ഇവിടെ MEXCയിലോട്ട് വരാനായിട്ട്. പ്രോസസ്സിംഗ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് വന്നത്. ഇനി നമുക്ക് ഇതിനെ സെല്ല് ചെയ്ത് USDT ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ട്രേഡിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലൂണാർ എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ലൂണാർ കിട്ടും. ലൂണാറിൻ്റെ ഇപ്പോൾ റേറ്റ് കുറവാണ്, എന്നാലും ഞാൻ ചുമ്മാ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ സെല്ല് എന്നുള്ള ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് 100% കൊടുക്കുക. അപ്പോൾ 100% സെല്ല് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന USDT എന്ന് വെച്ചാൽ 39.434 ആയിരിക്കും. ഈ ലിമിറ്റ് ഓർഡർ മാറ്റിയിട്ട് മാർക്കറ്റ് ഓർഡർ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, മാർക്കറ്റ് ഓർഡർ കൊടുത്തിട്ട് സെല്ലടിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത് സെല്ലടിച്ച് പൈസ ആക്കാൻ വേണ്ടിയിട്ടാണ് സെല്ലടിക്കുന്നത്. സെല്ലടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് TRX ആക്കി നിങ്ങൾക്ക് ബൈനാൻസിലേക്കോ വാസറക്സിലോട്ടോ ട്രാൻസ്ഫർ ചെയ്തിട്ട് അതിൽ പൈസ ആക്കാൻ പറ്റും. ഓക്കെ, ഞാനത് ചെയ്യണില്ല. ഞാൻ ജസ്റ്റ് സെല്ലടിച്ച് USDT ആക്കുന്ന സ്റ്റെപ്പ് വരെയാണ് കാണിക്കുള്ളൂ. USDT ആക്കിയിട്ട് നിങ്ങൾക്ക് TRX മേടിക്കണ ജസ്റ്റ് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ സെല്ലടിച്ചു, കൺഫേം സെല്ലടിച്ചു. അപ്പോൾ നമ്മുടെ സെല്ലായി. അത് മാർക്കറ്റ് ഓർഡർ കൊടുത്താൽ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് സെല്ലായി. ഇനി നമുക്ക് TRX വാങ്ങിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ TRX എന്ന് സെർച്ച് ചെയ്യുക. ട്രോൺ. ഓക്കെ, ട്രോൺ എന്ന് സെർച്ച് ചെയ്തു. TRX സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾ ബൈ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മാർക്കറ്റ് ഓർഡർ കൊടുക്കുക, ഇൻസ്റ്റൻ്റായിട്ട് ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടെ 100% കൊടുക്കുക. 100% കൊടുത്തിട്ട് ബൈ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് TRX ആയിട്ട് ബൈ ആവും. വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ബൈ, കൺഫേം ബൈ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് TRX കിട്ടിയിട്ടുണ്ട്. 598 TRX കിട്ടിയിട്ടുണ്ട്. ഇനി ഈ TRXനെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്ത് ബൈനാൻസിലായിട്ടോ വാസറക്സിലായിട്ടോ ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം മതി. എന്നിട്ട് അതിനെ വിറ്റ് INR ആക്കിയിട്ട് നിങ്ങൾക്ക് ബാങ്കിലായിട്ട് വിഡ്രോ ചെയ്യാം. ഓക്കെ, അത് ഞാൻ ചെയ്യണില്ല. അപ്പോൾ ഇത്രയാണ് സ്റ്റെപ്പ്. എന്നിട്ട് ഇതിൽ അസറ്റിൽ പോയിട്ട് TRX ക്ലിക്ക് ചെയ്തിട്ട് വിഡ്രോവലിൽ അടിച്ചിട്ട് ഇവിടെ ഇപ്പോൾ വാസറക്സ് ആണെങ്കിൽ വാസറക്സ് എക്സാമ്പിൾ കാണിച്ചു തരാം. വാസറക്സിൽ ഇവിടെ ഫണ്ടിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ സെർച്ച് ചെയ്തിട്ട് TRX എന്ന് അടിക്കുക. TRX ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡെപ്പോസിറ്റ് അടിക്കുക. ഡെപ്പോസിറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. ബൈനാൻസ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. TRX ഉള്ള ഏത് ഇന്ത്യൻ എക്സ്ചേഞ്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നിട്ട് നെറ്റ്വർക്ക് TRX തന്നെയാണ്. എന്നിട്ട് വിഡ്രോവൽ വോളിയം ഓൾ കൊടുക്കുക. ഓൾ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ നോട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്നിട്ട് കൺഫേം അടിക്കാം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ വാസറക്സിലോട്ട് വരും. വാസറക്സിലോട്ട് വന്നിട്ട് വാസറക്സിൽ സെല്ല് ചെയ്യുക. വാസറക്സിൽ വന്നു കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസറക്സിൽ സെല്ല് ചെയ്യുക. എക്സ്ചേഞ്ചിൽ പോയിട്ട് ഇവിടെ TRX/INR എടുക്കുക. എന്നിട്ട് ബൈ ഓർ സെല്ല് കൊടുക്കുക. എന്നിട്ട് സെല്ല് കൊടുക്കുക, 100% കൊടുക്കുക, സെല്ലടിക്കുക. അപ്പോൾ സെല്ലാവും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഞാൻ വിഡ്രോ അടിക്കാനുള്ള വാസറക്സിലായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ലൂണാർ ടോക്കൺ വിഡ്രോവൽ വീഡിയോ എന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ പുതിയ വീഡിയോസിലും അപ്പോൾ തന്നെ അറിയാൻ പറ്റും. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.